ദാവീദ് ഒരു പൊട്ടനെ പോലെ നൃത്തം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് മീകലിന് മനസ്സിലാവില്ല. പെട്ടകത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് പെട്ടകം പഴയ നിയമത്തിൽ കാണിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ രാജകീയ പദവിയൊക്കെ മാറ്റിവെച്ച് ഒരു പൊട്ടനെ പോലെ ആരാധിക്കുന്ന നൃത്തം ചെയ്യുന്ന ദാവീദിനെ നമ്മൾ കാണുക. മീകൾ നിന്ദിക്കുമ്പോഴും ദാവീദിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാട്ടിൻ അകത്ത് കിടന്ന എന്നെ ആടുമഹിക്കാൻ മാത്രം കൊള്ളാകുന്നവനെന്ന് എല്ലാവരും വിധി എഴുതിയ എന്നെ ഈ രാജ കസാരയിലേക്ക് സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കും പറയാനുള്ള സാക്ഷ്യം അതാണ്. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി ചിരിച്ചത് കൊണ്ട് ഇത്രത്തോളം അവൻ മാനിച്ചെന്ന ബോധ്യമുള്ളവർ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിന്റെ സാന്നിധ്യത്തോട് പ്രതികരിച്ചു തുടങ്ങണം. ഇന്ന് രാത്രി പ്രതികരിക്കുന്നവരാണ് വിടുതലുകൾ അനുഭവിച്ചറിയുന്നത്. പ്രതികരിക്കുന്നവരാണ് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത്. പ്രതികരിക്കുന്നവരാണ് ഇന്ന് രാത്രി മഹത്വം കാണുന്നത്. മനസ്സിലാക്കുന്നുണ്ട്. അവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കാട്ടിനകത്തായിരുന്നപ്പോഴും എല്ലാവരും ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ വിധി എഴുതിയപ്പോഴും, മാതാപിതാക്കൾ ഉപേക്ഷിച്ചപ്പോഴും, കാട്ടിനകത്തിരുന്നവനെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. അല്ലെങ്കിൽ നീ എവിടെയൊക്കെ മറഞ്ഞിരുന്നാലും തമ്പുരാനുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ, തമ്പുരാനോട് നീ അപേക്ഷിക്കുന്നവനാണെങ്കിൽ, അവന്റെ പാദപീഠത്തിൽ നിലവിളിക്കുന്നവനാണെങ്കിൽ, നിന്നെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് എന്തിനാണെന്നറിയാമോ? കാട്ടിനകത്ത് ഒതുങ്ങാനല്ല, നാട്ടിൽ വീരന്മാരാണെന്ന് പറഞ്ഞു നിന്നവർ, ശക്തന്മാരാണെന്ന് ചിന്തിച്ചു നിന്നവർ, ശൗലിന്റെ പടക്കൂട്ടത്തിലുള്ളവരൊക്കെ മാറി നിൽക്കുന്നിടത്ത് നിന്നെ ഉപയോഗിക്കാൻ തമ്പുരാന്റെ പദ്ധതിയുണ്ട്. നിന്നെ പകർന്നിരിക്കുന്ന അഭിഷേകം ചെറുതല്ല. പലരും പരാജയം സമ്മതിച്ചെടുത്ത്, പലരും പരാജയപ്പെട്ടെടുത്ത് നിനക്ക് ജയം തരുന്ന ഒരഭിഷേകത്തിന്റെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ഗോലിയാത്യ മണ്ഡലങ്ങളെ പരാജയപ്പെടുത്താൻ പര്യാപ്തമായ ഒരഭിഷേകമാകത്ത് പകർന്നിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി വിടുതല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിലാണ് വന്നിരിക്കുന്നത്. ഉറപ്പുള്ള ദൈവമക്കൾ അല്പസമയം കൂടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാനായിട്ട് പോകുകയാണ്. അല്പസമയം കൂടെ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത്, നമ്മുടെ മറ്റ് ചിന്തകൾ, പക്ഷെ ഒത്തിരി ഭാരങ്ങൾ നമുക്കുണ്ടാകാം, ശരീരത്തെ അലട്ടുന്ന രോഗങ്ങൾ ഉണ്ടാകാം, പല വിഷയങ്ങളെ ചൊല്ലി ഭാരപ്പെടുത്തുന്ന മേഖലകൾ ഉണ്ടാകാം. എന്നാൽ അതിനെ എല്ലാം മറന്ന് ഇന്ന് രാത്രി അല്പസമയം കൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപാകെ ഉരുട്ടിക്കൊടുത്ത് കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷകളിൽ ചിലരെ കടത്തി വിടുന്നുണ്ട്. വ്യത്യസ്തമായ മറക്കാനാവാത്ത ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. അതിനകത്ത് നിന്റെ സൗഖ്യമുണ്ട്, അതിനകത്ത് നിന്റെ വിടുതലുണ്ട്, അതിനകത്ത് കെട്ടുകൾ തകരുന്നുണ്ട്. നാളുകളായി അതിനെ
രാത്രി ആലോചന കൈമാറി. എന്നാൽ തലയിൽ കൈ വെക്കാതെ തന്നെ ഞാനിത് പറയുമ്പോൾ ഇതെന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നുവെന്ന് അകത്തൊരു നിയോഗം കിട്ടിയ തലയിൽ കൈവയ്ക്കാൻ കാത്തിരിക്കരുത്. ഇടിവിൽ നിൽക്കാൻ ഉള്ള നിയോഗം ദൈവാത്മാവ് ചിലരിലേക്ക് ഇന്ന് രാത്രി കൈമാറുന്നുണ്ട്. മരിച്ചു നിൽക്കരുത്, മരിച്ചു നിൽക്കരുത്. ഉയരാനുള്ള സമയമാണിതെന്ന് രാത്രി എന്തായി എന്ന് ഒരു ശബ്ദം അധികം വൈകാതെ നമ്മുടെ കാതുകളിൽ കേൾക്കും. അതിനു മുൻപായി ഇന്ന് രാത്രി ദൈവാത്മാവ് നിയോഗം നൽകുന്നെങ്കിൽ ഒട്ടും വൈകിപ്പിക്കരുത്. ഇതിനകത്തിരുന്ന് തീരുമാനമെടുത്തോണം. ഞാൻ നിൽക്കും ഇടിവിൽ. എന്റെ ദേശത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി, എന്റെ സംസ്ഥാനത്തിന് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കടത്തി വിട്ടു എന്ന് ചുമ കൈവക്കരുത്. അങ്ങനെ ഒരു ബോധ്യമുള്ളവർ മാത്രം അത് കരങ്ങളൊന്ന് ഉയർത്തിച്ചാട്ടെ. ഇത് നഷ്ടപ്പെടുത്തരുത്, ഇത് നഷ്ടപ്പെടുത്തരുത്. ദൈവാത്മാവിൽ ഞാൻ ഇത് പ്രവചനമായി പറയുന്നത്. ഇത് ദൈവത്തിന്റെ അസാധാരണമായ ചില പ്രവർത്തികൾ ആരംഭിക്കുന്നതിന്റെ തുടക്കമാണ്. എന്നാൽ ഈ കത്തി ഇറങ്ങിയതിനെ കെടുത്താൻ വെള്ളവുമായി പിശാച് ഉണ്ടെന്ന് അറിഞ്ഞോണം. നീ പ്രാപിച്ചതിനെ കെടുത്തിക്കളയാൻ, ഒതുക്കിക്കളയാൻ പിശാച് ഉണ്ട്. എന്നാൽ വിട്ടുകൊടുക്കരുത്, ജയമേറ്റെടുത്തോണം. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുപ്പാദാന്തിക്ക് ഒരിക്കൽ കൂടെ അടുത്തു വരുന്നു. അല്പസമയം അമിതത്തിന് വചനത്തിന് മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളോട് അവിടുന്ന് കൃത്യമായി ഇടപെടണം. ഇന്ന് രാത്രി പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇതിനകത്ത് ഒരാൾ പോലും വീഴാതെ എല്ലാവരും ഈ യോഗം കഴിയുന്നതിന് മുൻപ് ആ സാന്നിധ്യം വേണ്ടതുപോലെ ഒന്ന് അനുഭവിച്ചു കത്തുന്ന അനുഭവത്തോടുകൂടെ മടങ്ങട്ടെ. ഇന്ന് രാത്രി ചുമ്മാ വന്നിരുന്ന് പോയി എന്ന് പറയാനല്ല, വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പുതുതായി ചിലത് പ്രാപിച്ചുകൊണ്ട് മടങ്ങുന്ന രാത്രിയായി ഈ രാത്രി മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിന് തടസ്സമായി ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ശാസിക്കുന്നു. അതിന്റെ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അല്പസമയത്തെ വേദവിചിന്തനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം മുതൽ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം മുതൽ. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പുഴപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി
അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നതും യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവരെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചുകള എന്ന് കൽപ്പിച്ചു. ഈ പുസ്തകത്തിന്റെ പേര് പുറപ്പാട് പുസ്തകമെന്നാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പുറപ്പാട് പുസ്തകമെന്ന് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനത്തെ വളരെ പീഡിപ്പിക്കുന്ന ഒരു അനുഭവം, ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഒരു അനുഭവം, ഒരു ഫറവോന്യ മണ്ഡലം അവിടെ വെളിപ്പെടുന്നുണ്ട്. മോശ പറയുന്നത് ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കാനാണ് ഫറവോനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഒരു അനുഭവം അവിടെ വെളിപ്പെടുന്നു. എന്നാൽ മോശ എന്ന രക്ഷകനെ ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് മോചിപ്പിച്ച് കനാനിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ പുറപ്പെട്ട അതിനെക്കുറിച്ചുള്ള ചരിത്രമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകത്തിന്റെ പുറപ്പാട് പുസ്തകം എന്ന പേര് വരുവാൻ കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിന് നമ്മുമായിട്ട് എന്താ ബന്ധം? നാമുമായിട്ട് വലിയ ബന്ധമുണ്ട്. പാപത്തിന്റെ ചങ്ങലയ്ക്കുള്ളിൽ കിടന്ന നമ്മെ, പിശാചിന്റെ അടിമകളായി കിടന്ന നമ്മെ സ്വാതന്ത്ര്യം തന്ന് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് ഇവിടെ കുടുങ്ങി പോകാനല്ല, നമുക്ക് പുറപ്പാട് തന്നത് സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യാനാണ്. അവർക്ക് മനസ്സിലാകുന്നു. അവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഈ രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. സ്വാതന്ത്ര്യം നമ്മുടെ കഴിവുകൊണ്ടല്ല, ക്രിസ്തുവിന്റെ ത്യാഗം കൊണ്ട്, ക്രൂശിലെ മരണം കൊണ്ട്, പൈശാചിക ശക്തികളിൽ നിന്ന്, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഉറപ്പായി പറയാം, ഒരു ആഭിചാരത്തിനും ഒരു ദുർമന്ത്രവാദത്തിനും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും നിന്നെ ഒതുക്കാൻ കഴിയില്ല. നീ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാതെ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്? അതിൽ നിന്നൊക്കെ നിനക്ക് സ്വാതന്ത്ര്യം തന്നവൻ നിന്റെ അകത്ത് വസിക്കുന്നു. വിശ്വാസികളോട് പറയുന്നു, ഇനിയും അതിൽ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ അതിൽ കുടുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അങ്ങനെ കുടുങ്ങി പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാ. ഏത് ദൈവമാണോ നമ്മെ വിളിച്ചത്, അവൻ നമ്മെ സ്വാതന്ത്ര്യത്തോടെ ഈ യാത്രയിൽ നടത്തി നിത്യതയിൽ എത്തിക്കാൻ വിശ്വസ്തന. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കാൻ ശക്തരാണ്. എന്നാൽ വീണ്ടും പാപപ്രവൃത്തികളിലേക്ക് ഇറങ്ങി, ജനമോഹങ്ങളിലേക്ക് ഇറങ്ങി, ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങി കുടുങ്ങിപ്പോകരുത്. എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങി പോയിട്ടുണ്ടെന്ന് ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ ഈ രാത്രി മടങ്ങി വന്നോണം. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, ഈ ജനത്തെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കാൻ മോശ പറയുമ്പോൾ ഇവരുടെ ആരാധനയെ തടയുന്ന ഒരു ശക്തിയാണ് ഫറവോന്യ ശക്തി. മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഈ കാലഘട്ടത്തിലും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ശക്തി വെളിപ്പെടുന്നത് ജനത്തെ ആരാധനയ്ക്ക് വിടുന്നതിൽ നിന്ന് തടയുന്നു. ആരാധനയ്ക്ക് വന്നവൻ
ആരാധിക്കാൻ വേണ്ടതുപോലെ കഴിയാതെ വണ്ണം അവരുടെ ആദരത്തെ ബന്ധിച്ച് അവരുടെ ശരീരത്തെ ബന്ധിച്ച് വല്ലാതെ ഒതുക്കുന്ന ആ മണ്ഡലത്തിന്മേൽ ഇന്ന് രാത്രി ജയം പ്രാപിക്കണം. ഈ ശക്തിക്ക് പലരും അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൈ എല്ലാവരും കൊട്ടുമ്പോഴും ഒരു കൈയെ അടിക്കത്തില്ല. എല്ലാവരും വാ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോഴും ചിലർ അവിടെ എവിടെയൊക്കെ മൗനവ്രതത്തിൽ ഇരിക്കുന്നത് കാണാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. വാ ദൈവം തുറക്കത്തില്ല, വാ നീ തുറക്കാമെങ്കിൽ അതിനെ നിറയ്ക്കുന്നവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വലിയൊരു നിറവിന്റെ രാത്രിയായി മാറണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ ചിലയിടത്തൊക്കെ യോഗത്തിന് ചെല്ലുമ്പോ ചിലരുടെ ഒക്കെ ഇരിപ്പ് കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഈ ജൗലിക്കടയിൽ ഡമ്മി ഇരിക്കുന്നത് പോലെ ചിലർ ഇരിക്കുന്ന ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ യോഗം കഴിയുന്നിടം വരെ ഈ കണ്ണിന്റെ കൃഷ്ണമണി പോലും അനങ്ങാതെ അങ്ങനെയൊക്കെ ഇരിക്കാൻ കൃപ ലഭിച്ചവരുണ്ട്. എത്ര ശക്തമായ ആരാധന വെളിപ്പെട്ടാലും പാലം കുലുങ്ങിയാലും അതാ കാര്യം, അവര് കുലുങ്ങത്തില്ല, അവരനങ്ങത്തില്ല. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ഷൈനിലൊക്കെയാണ് ഷർട്ട് മുക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചുളുങ്ങിപ്പോകുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടോ? അതോ ഒത്തിരി സ്റ്റാൻഡേർഡ് കൂടിപ്പോയി ഞാൻ ദൈവത്തെക്കാൾ വലിയ പുള്ളിയാണെന്ന് ഉള്ള തോന്നൽ വരുന്നത് കൊണ്ടാണോ? എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അല്ലെ സ്ഥലം മറന്ന് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്? നാം ആരാന്ന് മറന്ന് തമ്പുരാനെ ആരാധിക്കുന്നവരൊന്നും മഹത്വം കാണാതെ പോകില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. മുന്നോട്ട് പോകട്ടെ. അപ്പൊ ആരാധനയ്ക്ക് ജനത്തെ വിട്ടയക്കാതെ ഒരു ശക്തിയോടെ വ്യാപരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം? നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇസഹാക്ക് ജനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം, സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇസഹാക്കിന്റെ മക്കളിൽ ഒരാളാണ് യാക്കോബ്. യാക്കോബിന്റെ പേര് മാറ്റിയാണ് ഇസ്രായേൽ എന്നാക്കുന്നത്. യാക്കോബിന്റെ പുത്രനായ യോസേഫ് സ്വപ്നം കാണുന്നതും എന്നാൽ സ്വപ്നത്തിന് വിപരീതമായ സാഹചര്യങ്ങളൊക്കെ വെളിപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തക്ക സമയമാകുമ്പോൾ ദൈവം യോസേഫിനെ അവിടെ ഉയർത്തുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ പിന്നീട് യോസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ ആ രാജ്യത്ത് വരികയാണ്. അവൻ ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ വേഗത്തിൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ എന്ന് പറയട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ചു എങ്ങോട്ട് പോകാൻ? അതേതാ ദേശം? കനാൻ ദേശം. എന്നാൽ അതിനു മുൻപ് അബ്രഹാമിന്റെ പിതാവ് പേരെന്താ? തേരഹ്. തേരഹ് ഇറങ്ങി പുറപ്പെട്ടു. എവിടേക്ക് പോകാനാ? വചനം അറിയാവുന്ന ദൈവമക്കൾ പറഞ്ഞേ, എവിടേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടത്? തേരഹ് എങ്ങോട്ട് പോകാൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യം. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. എവിടേക്ക് പോകാനാണ് പുറപ്പെട്ടത്? കനാനിലേക്ക് പോകാൻ. താഴോട്ട് വായിച്ചു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. മനസ്സിലായോ വല്ലോ? എവിടേക്ക് പോകാൻ ഇറങ്ങിയത്? കനാനിലേക്ക് പോകാൻ. എന്നാൽ ദർശനമില്ലാത്ത തേരഹ് ഹാരാനിൽ ഒതുങ്ങിയപ്പോൾ ദർശനം കൊടുത്ത് ഒരുവരെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? കനാനിലേക്ക് പോകാൻ ദർശനമില്ലാത്ത പലരും ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവിക ദർശനം
മനുഷ്യനോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ ദൈവത്തിൽ നിന്ന് ദർശനമുള്ള ചിലർ പുറത്തു വരുന്ന ദിനങ്ങളായി ദിനങ്ങൾ മാറട്ടെ. ഈ സഭയിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ. ഈ രാത്രി കൂടി വന്നവരിൽ നിന്ന് ചിലർ പുറത്തേറട്ടെ. ദർശനമുള്ളവരെ ഒന്നിനും ഒതുക്കാൻ കഴിയില്ല. അവൻ വഴിമധ്യം വെച്ചങ്ങനെയൊന്നും പട്ടുപോകത്തില്ല. എവിടെയെങ്കിലും അവൻ ഒതുങ്ങിപ്പോകത്തില്ല. അവന്റെ ദർശനം പൂർത്തിയാകുന്നിടം വരെ അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദർശനം ഇല്ലാത്തവരാ ഈ അടങ്ങി ഒതുങ്ങി പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദർശനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധ്യം അകതാരിലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എന്താ? ദർശനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നിടം വരെ ഇരുട്ടിൽ നിന്ന് പോരാടും, ആത്മാവിൽ പോരാടും. ദർശനത്തിനെതിരെ വ്യാപരിക്കുന്ന ശക്തികൾ ജയമെടുക്കാൻ അങ്ങനെയുള്ളവർ അനുവദിക്കത്തില്ല. അവർ ആത്മാവിൽ അതിന്റെ ജയമെടുക്കുന്നവരാകും. അന്ധകാര മണ്ഡലങ്ങളെ പേർവാഴ്ചകൾ ദർശനമുള്ളവനെതിരെ പോരാടും. മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചകനും തലേ കൈവച്ച് തൂത് പറയേണ്ട പോരാട്ടം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. കാരണം ദർശനം ഉള്ളവരെ അത് ഉള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ദർശനവും ഇല്ലാതെ ചുമ്മാ യോഗത്തിൽ വന്ന് പോകുന്നവരോടൊന്നും പിശാചിന് അത്ര വിഷയമൊന്നുമില്ല. ചുമ്മാ ചിന്തിക്കുന്നതാ ഏതാണ്ടൊക്കെ പുള്ളിക്കാരുടെ വിരോധമുണ്ടെന്ന്. എന്നാൽ ദർശനമുണ്ടെങ്കിൽ ആ ദർശനം പ്രാപിക്കാൻ നീ മുഴങ്കാൽ മടക്കുന്നവരാണെങ്കിൽ നിനക്കെതിരെ പോരാട്ടമുണ്ടാകും. എന്നാൽ മുഴങ്കാലിലിരുന്ന് ആ ശക്തികളെ പേർവാഴ്ചകൾക്കെതിരെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ് ഇസ്രായേൽ ജനം. അവരെ വലിയൊരു ജാതിയാക്കാമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരിപ്പോൾ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ദൈവം ഒരു രക്ഷകനെ അവിടെ എഴുന്നേൽപ്പിക്കുന്നു. മോശയാണ്. എന്നാൽ മോശക്കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ മോശയെ ഒതുക്കാനുള്ള സകല പദ്ധതികളും പിശാച് ആവിഷ്കരിച്ച് കഴിയുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാകട്ടോ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ദൈവിക വിളിയുണ്ടെങ്കിൽ, ദൈവിക തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ എല്ലാ കാലത്തും പിശാച് പോരാടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ കരുനീക്കം നടത്തിയാലും എന്തൊക്കെ വെല്ലുവിളി നിനക്ക് നേരെ ഉയർന്നാലും നിന്നെ വിളിച്ചവൻ, നിന്നെ വേർതിരിച്ചവൻ അതിനെ പദ്ധതിയിട്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അവൻ വിശ്വസ്തനാണ്. മോശ ജനിക്കുന്നതിന് മുൻപേ മോശ തകർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടുവെങ്കിലും ഞാൻ ഇങ്ങനെ പറയാം, ഏത് കൊട്ടാരത്തിനകത്തു നിന്നാണോ മോശയ്ക്ക് വിരോധമായി കൽപ്പന പുറപ്പെട്ടത്, ആ കൊട്ടാരത്തിനകത്ത് മോശയെ വളർത്താൻ തമ്പുരാൻ പദ്ധതിയിട്ടെങ്കിൽ ഫറവോനെ നിനക്ക് അധികാരമുണ്ട്. എന്നാൽ നിന്റെ അധികാരത്തിനും മീതെ അധികാരമുള്ള ഒരു സർവശക്തനുണ്ട്. അവനൊന്ന് നിശ്ചയിച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടാതെ ഇരിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നിനക്കെതിരെ പിശാചൊരുക്കുന്ന പദ്ധതിയല്ല വിഷയം.
നിന്റെ തലമുറയ്ക്കെതിരെ പിശാച് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയല്ല ഇവിടെ വിഷയം. നിന്റെ ഭാവി അല്ല പിശാചിന്റെ കരങ്ങളിലല്ല, നിന്റെ തലമുറയുടെ ഭാവി ദുഷ്ടന്റെ കരങ്ങളിലല്ല, ഒരു മനുഷ്യന്റെയും കരങ്ങളിലല്ല. ഹല്ലേലൂയ. നീ വിശ്വസ്തരായി നിന്നാ മതി. നിന്റെ ഭാവി തമ്പുരാന്റെ കരങ്ങളിലാണ്, അവന്റെ കരങ്ങളിലാണ് ഭാവിയെങ്കിൽ ഇതുപോലെ ഒരു സുരക്ഷിതത്വം വേറെ എവിടെയും ഇല്ലെന്ന് തിരിച്ചറിയുന്നതിനായി പ്രിയമുള്ളവരെ, അത് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ റെയിൽവേ പാളത്തിനൊക്കെ അടുത്ത് ഒത്തിരി തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കിടപ്പുണ്ട്, പാളത്തിന്റെ അവശിഷ്ടങ്ങളായൊക്കെ. ആർക്കും പ്രയോജനം ഇല്ലാത്തതാണ്. എന്നാൽ ഈ ആക്രി പെറുക്കുന്നവരൊന്നും അതെടുത്ത് വിറ്റിട്ട് പെട്ടെന്ന് എന്താ പണക്കാരാവാൻ ശ്രമിക്കാത്തത്? എന്താ കാര്യം എന്നറിയാമോ? വേണ്ടാതെ കിടക്കുന്ന കാര്യമൊക്കെ സത്യ. പക്ഷെ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വകയുമല്ല, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ വകയാണ്. പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് അകത്തു പോകും. അതുകൊണ്ട് അതിനുള്ള ധൈര്യം കാണിക്കാത്തത്. അപ്പോൾ അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒന്നിന്റെ മേൽ അല്ല സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും, നമ്മുടെ പ്രധാനമന്ത്രി അല്ല, നമ്മുടെ രാഷ്ട്രപതി അല്ല, സർവശക്തനായ ദൈവത്തിന്റെ വകയാ നമ്മൾ. രാത്രി അതൊന്ന് തിരിച്ചറിഞ്ഞേ. അവനെയാ നമ്മൾ അപ്പ പിതാവെ എന്ന് വിളിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്? ഇവിടുത്തെ പ്രധാനമന്ത്രിമാരുടെയോ രാഷ്ട്രപതിമാരുടെയോ അല്ല മുഖ്യമന്ത്രിമാരുടെയോ മക്കൾക്ക് അത് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ടെങ്കിൽ അവരെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ എന്ന് പറയുന്നതിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും? അഭിമാനമുണ്ടെന്ന് പൗലോസ് പറയുന്നു. നാം ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞതല്ല വലിയ കാര്യം, ദൈവം നമ്മെ അറിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാത്രി വലുതായി നിൽക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സോണിയാഗാന്ധി അറിയാവോ? നരേന്ദ്രമോദി, പിണറായി വിജയൻ, എല്ലാരെയും അറിയാല്ലേ? അവർക്ക് നമ്മെ അറിയാവോ? അവരെ അറിയാം എന്നുള്ളത് യാഥാർത്ഥ്യ. ഭാരതത്തിലെ എല്ലാവർക്കും ഒരു പക്ഷെ മോദിയെ അറിയാം, പക്ഷെ മോദിക്ക് എല്ലാവരെയും. നിങ്ങളെന്റെ കൂടെ വരുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ നമുക്കറിയാം എന്നുള്ളതിനേക്കാൾ എനിക്ക് അഭിമാനം ദൈവത്തിന് എന്നെ അറിയാം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആ ദൂത് പിടികിട്ടുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാം തെരഞ്ഞെടുത്തതല്ല, നമ്മെ തെരഞ്ഞെടുത്ത് ഫലം കഴിക്കാൻ വേണ്ടി തോട്ടത്തിനകത്താക്കിയ സർവശക്തനായ ദൈവം. അവൻ നമ്മെ തെരഞ്ഞെടുത്തെന്നൊക്കെ പറയുമ്പോ ഈ സ്തോത്രമൊന്നും പോരാ കേട്ടോ. ശ്രേഷ്ഠത കണ്ടിട്ടല്ല, കഴിവ് കണ്ടിട്ടല്ല, പോഷന്മാരായ നമ്മെ തെരഞ്ഞെടുത്തത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാ. ജ്ഞാനികളായതിനെ മാറ്റി നിർത്തിയിട്ട് അതിന് ഒരു കഴിവുമില്ലാത്ത എന്നെ അവൻ തെരഞ്ഞെടുത്തത് അവന്റെ കൃപയാണ്. എന്തിനാ തമ്പുരാൻ തെരഞ്ഞെടുത്തോന്നറിയാമോ? തെരഞ്ഞെടുത്തപ്പോൾ തമ്മിൽ കൂടെ ഒന്നും കണ്ടിട്ടല്ല, ഞാൻ ആരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ ആരാക്കി മാറ്റാമെന്ന് കണ്ടുകൊണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്? ഇവിടെ ഒരു ഇന്റർവ്യൂവിന് പോയാൽ തെരഞ്ഞെടുപ്പുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാ, എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാ. എന്നാൽ ഇതൊന്നും കണ്ടുകൊണ്ടല്ല എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്, എന്നെ ആരാക്കി മാറ്റാമെന്ന് കണ്ടുകൊണ്ട് അവരുടെ തെരഞ്ഞെടുത്തത്.
പത്രോസിൽ എല്ലാവരും കാണുന്നത് ഒരു മുക്കുവനെയാ. എന്നാൽ തമ്പുരാൻ കാണുന്നത് ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണത്തെ അകത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അഭിഷക്തനെയാ. ഇന്ന് രാത്രി കേട്ടോ, ലോകം നിന്നെ കാണുന്നത് പോലെയല്ല, നീ നിന്നെ കാണുന്നത് പോലെയല്ല, തമ്പുരാൻ നിന്നെ കാണുന്നത്. അത് തിരിച്ചറിയണം ഇന്ന് രാത്രി, അത് തിരിച്ചറിയണം ഇന്ന് രാത്രി. എസെക്കിയേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു താഴ്വരയിലേക്ക് നടത്തുന്നു. താഴ്വരയിൽ കിടക്കുന്നത് മുഴുവൻ ഉണങ്ങിയ അസ്ഥികളാ. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആ അസ്ഥികളെ ഒരു വലിയ സൈന്യമായി തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു നിർത്തുകയാ. എന്താ അതിന്റെ അർത്ഥം അറിയാവോ? എല്ലാവരും കാണുന്നത് ഉണങ്ങിയ അസ്ഥിയാ. എന്നാൽ ഉണങ്ങിയ അസ്ഥിക്കകത്ത് അവരൊരു സൈന്യത്തെ കാണുന്നുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, പിശാചിനോട് യുദ്ധം ചെയ്യുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പോരാടുന്ന ഒരു വലിയ സൈന്യത്തെ ഇത്രയൊക്കെ നീ പോകത്തുണ്ടെന്ന് ലോകം വിധി എഴുതിയെടുത്ത് ആ വിധി എഴുതിയവർ കാണെ നിന്നെ മാനിക്കാൻ, നിന്നെ ഉയർത്താൻ തമ്പുരാൻ പദ്ധതിയുണ്ട്. ഇതൊരു ദൂതായിട്ട് എത്ര പേര് ഏറ്റെടുക്കും? ലോകം എഴുതിയ ചില വിധികളെ ഈ രാത്രി ദൈവം തിരുത്തി എഴുതുന്നു. ഏത് കൊട്ടാരത്തിൽ നിന്നാണോ മോശയ്ക്കെതിരെ കൽപ്പന പുറപ്പെട്ടത്, ആ കൊട്ടാരത്തിനകത്ത് തന്നെ മോശ വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, വെല്ലുവിളി ഉയർത്തുന്നവൻ ഉയർത്തുമ്പോഴും നീ പറയണം, എന്റെ ഭാവി തമ്പുരാന്റെ കയ്യിലാണ്. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയ യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുന്നത്. ചരിത്ര ലേഖകർ പറയുന്നു, പത്മോസിലേക്ക് നാട് കടത്തുന്നതിന് മുൻപ് ഈ കർത്തൃദാസനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് എടുത്തിട്ടു. തിളയ്ക്കുന്ന എണ്ണയ്ക്ക് യോഹന്നാനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവനൊരു പോറൽ പോലും വന്നില്ല. അടുത്ത നടപടിയായി പത്മോസിലേക്ക് നാട് കടത്തി. പത്മോസിൽ അവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങളും ഇതുവരെയുള്ള ചരിത്രമൊക്കെ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ തിരിച്ചു പോകാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട. കാരണം ഇതിനു മുൻപ് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തി ഒന്ന് മടങ്ങിപ്പോകാൻ, എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് അവസ്ഥ ഇതായിരിക്കുന്നു. നിനക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. എന്നാൽ അതിന്റെ നടുവിൽ യോഹന്നാനു വേണ്ടി പത്മോസിലേക്ക് ഇറങ്ങി വരുന്ന തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു അവരോട് പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. അർത്ഥമെന്താ? യോഹന്നാനെ, നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ഞാൻ, നിന്നെ അഭിഷേകം ചെയ്ത ഞാൻ, നിന്നെ വിളിച്ചു വേർതിരിച്ചിറക്കിയ ഞാൻ, അല്ലെങ്കിൽ അത് ഞാനാണെങ്കിൽ നിന്നെ നീ എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഡൊമീഷ്യൻ അല്ല, അവന്റെ അധികാരമല്ല, ലോകത്തിൽ ഒരു ശക്തിയുമല്ല. നിനക്ക് വേണ്ടി ചരിത്രത്തെ ഞാൻ ഇവിടെ തിരുത്തി കുറിക്കും. കഴിഞ്ഞ നാളുകളിൽ ചിലർക്കൊക്കെ സംഭവിച്ചത് വെച്ച് നീ വിധി എഴുതരുത്. നിനക്ക് വേണ്ടി ചില ചരിത്രങ്ങളെ തിരുത്തി എഴുതാൻ പര്യാപ്തനായ ഒരു ദൈവത്തെയോ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. കൊട്ടാരത്തിനകത്ത് വളർന്ന മോശയെ ഉടനടി കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു ഇല്ല. 40 വർഷത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എവിടെയാ?
ആടുകളെ മേയ്ക്കേണ്ടതിന് വേണ്ടി. ആടുകളെ മേയിച്ച് വനാന്തരത്തിലായിരിക്കുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ പലപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. എന്താ ഉടനടി മോശയെ വിളിക്കാഞ്ഞത്? വിളിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. കാരണം മോശയുടെ സ്വഭാവം നമുക്കറിയാം. ഒരു മിസ്രൈമിനെ ഒറ്റയടി മതി പുള്ളിക്കാരന്. അടിച്ചു വീഴ്ത്താനും, വീഴ്ത്തുന്നു മാത്രമല്ല, പുള്ളിക്കാരൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ നല്ല ശവോടക്ക് നടത്താൻ പഠിച്ചിട്ട് ഇറങ്ങി വരുന്നേ. മനസ്സിലാക്കുന്നുണ്ടോ? ഇതിനെല്ലാം മോശയ്ക്ക് കഴിവുണ്ട്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ അല്ലെങ്കിൽ മോശെ അതേപടി വിളിച്ചിറക്കിയാൽ ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം അറിയാലോ. എന്ത് കിട്ടിയാലും തൃപ്തരാകത്തില്ല ഇവൻ. പിറുവിറുക്കുന്ന ജനമാണിവൻ. ദൈവത്തോട് മത്സരിക്കുന്നവരാണിവൻ. മോശയോട് ഹല്ലേലൂയ വഴക്കുണ്ടാക്കുന്നവരാണിവൻ. എന്നാൽ ഒരു കാര്യം ആത്മാവിനെ പറയാം, അങ്ങനെ ചെയ്ത ജനത്തെ ഭൂമി പിളർന്ന് ആര് ശവടക്ക് നടത്തേണ്ടി വന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യം. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവം ചെയ്ത ഉപകാരത്തിന്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി കൊടുക്കാതിരിക്കുന്നത് അത് വലിയ പാപമാണ്. മനസ്സിലാകുന്ന ഒരു കാര്യം കർത്താവിനെ സ്തോത്രം ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരാളെ വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചാൽ ഓരോ ദിവസവും ഒരെണ്ണത്തെ വെച്ചെങ്കിലും പുള്ളി, മനസ്സിലാക്കുമ്പോ ഒരെണ്ണത്തെ വെച്ചെങ്കിലും തട്ടുമെന്ന് മാത്രമല്ല, സമയമാം രഥത്തിലോ കത്തുകാകളോ ഒക്കെ പാടി നല്ലൊരു അടക്കവും കൂടെ. മനസ്സിലാകുന്നില്ലല്ലേ? എന്നാൽ ഈ പരുവത്തിൽ മോശയെ ശുശ്രൂഷയ്ക്ക് തമ്പുരാൻ വിളിച്ചിറക്കുന്നില്ല. മോശയ്ക്ക് വലിയൊരു മാറ്റമുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തടിച്ച നാവുള്ളവനാണെന്നും എനിക്ക് കഴിവില്ലെന്നും ഒക്കെ മോശ പറയത്തക്ക നിലവാരത്തിൽ ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക് മോശെ കൊണ്ടുവന്നതിന്റെ ശേഷമാ തമ്പുരാൻ മോശയെ ഉപയോഗിച്ചത്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുന്നവരെ ഒന്നും തമ്പുരാൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഒന്നുമല്ലെന്ന് നീ എപ്പോൾ പറയും, അവിടെ മുതൽ നിന്നെ പടിപടിയായി ഉയർത്താൻ തമ്പുരാൻ വിശ്വസ്തൻ. ആടുകളെ മേയിച്ച് നടന്ന മോശ അസാധാരണമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. 3-ാം അധ്യായം 2-ാം വാക്യം ഇവിടെ വായിച്ചു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാല് മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്നു പോകുന്നില്ല. എന്താ ഈ ഒരു അസാധാരണമായ കാഴ്ച തമ്പുരാൻ കാണിക്കാൻ കാരണം? കാരണം മോശയെ നിന്നിൽ ഫലമേൽപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷ അത് സാധാരണ ഒന്നല്ല, അസാധാരണമായ ഒന്നാണ്. അസാധാരണമായി തമ്പുരാന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ഇന്ന് രാത്രിയും ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ, തമ്പുരാനുമായിട്ടൊരു കൂടിക്കാഴ്ച അസാധാരണമായ നിലയിൽ അത് വേണമെന്ന് ആഗ്രഹിച്ചോളും, അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളും. മനസ്സിലാകുന്നവർ കാര്യം കഥാവിനെ സ്തോത്രം ചെയ്യും. ഇനി അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മുൾപടർപ്പായത് മുൾപടർപ്പ. മുള്ള് അങ്ങനെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. മുള്ളാരും പറമ്പിൽ വെച്ച് പിടിപ്പിച്ച് വെള്ളമൊന്നും ഒഴിച്ച് വളർത്താറുമില്ല. കാരണം ഇത് വേദനിപ്പിക്കുന്ന അനുഭവമാണ്, ഇത് വല്ലാതെ ഞെരുക്കുന്ന അനുഭവമാണ്. എന്നാൽ അതിനകത്തേക്ക് തമ്പുരാന്റെ തീ ഇറങ്ങിയപ്പോൾ മുള്ള് മോശയ്ക്കൊരു അനുഗ്രഹമായി മാറിയെങ്കിൽ നിന്റെ ചില ഞെരുക്കുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ സാന്നിധ്യം അതിലേക്ക് ഇറങ്ങിയാൽ, ഒരു ദൈവിക തീ ഇറങ്ങിയാൽ അത് അനുഗ്രഹമായി മാറുന്ന രാത്രിയാകുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. അതിന്റെ ഒരു മറുവശം കൂടെ പറയാം. മുള്ളുപോലത്തെ എന്തെങ്കിലും അനുഭവം നമ്മിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, ആ ദൈവത്തിന്റെ തീ എന്നിലേക്കൊന്ന് കത്തിയിറങ്ങണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ ആക്ഷേപം പറയുന്ന, അനാവശ്യമായ വിമർശനങ്ങൾക്ക് വേണ്ടി ആദരത്തെ വിട്ടുകൊടുക്കുന്ന ഏതെങ്കിലും മുള്ള് അകത്തൊണ്ട്
ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ഒരു തീ ഇറങ്ങി അത് കത്തി ദഹിച്ചു മാറട്ടെ. ഇപ്പൊ പലരും പറഞ്ഞല്ല വേദനിപ്പിക്കുന്നത്, എഴുതിയ വേദനിപ്പിക്കുന്നത്. എഴുതി ഇപ്പൊ മൊത്തം ഷെയർ ചെയ്യുന്ന പരിപാടിയാണല്ലോ. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി പറയാം. ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ ഷെയർ ചെയ്യുന്നവരാകരുത് ദൈവമക്കൾ. ദൈവനാമത്തിന് മഹത്വം വരുത്താത്ത, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് കാരണമാകാത്ത ഒരു കാര്യവും ഉപയോഗിക്കാൻ, ഒരു കാര്യവും ഷെയർ ചെയ്യാൻ, അല്ലെ നമ്മുടെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. അത് ന്യായവിധിക്ക് കാരണമാകും. അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത് നല്ലതാ, എന്നാൽ ഇത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്ത് വലിയൊരു അപകടം പതുങ്ങിയിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞോളും. മനസ്സിലാകുന്ന കർത്താവിന് സ്തോത്രം. ഇപ്പോൾ മുൾപ്പടർപ്പിൽ തീ ഇറങ്ങി മോശയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നു. 3 ചിന്തകൾ വേഗത്തിലൊന്ന് പറയാം. ഒന്നാമത്തേത്, ഈ തീ മോശയുടെ ചരിത്രം മാറ്റിയ തീയാണ്. 2, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം മാറ്റി. 3, ഫറവോന്റെ കൂട്ടരുടെയും ചരിത്രം ഈ തീ മാറ്റി. ആദ്യത്തെ 2 അനുഭവങ്ങൾ, ആദ്യത്തെ 2 കൂട്ടരുടെ ചരിത്രം മാറ്റിയത് അതൊരു അനുഗ്രഹമായിരുന്നെങ്കിൽ, മൂന്നാമത്തെ ഫറവോന്റെ കൂട്ടരുടെ ചരിത്രം മാറ്റിയത് ഞാൻ പറയുമ്പോൾ അതൊരു ന്യായവിധിയായാണ് അവിടെ വെളിപ്പെട്ടതെങ്കിൽ, ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് തുറന്നു പറയാം. ദൈവത്തിന്റെ സാന്നിധ്യത്തോട് വേണ്ടതുപോലെ പ്രതികരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാകുമ്പോൾ, അതിനോട് കളിക്കാൻ നിൽക്കുന്നവർക്ക്, അതിനെ വലിയ ഗൗരവമായി കാണാത്തവർക്ക് അത് ന്യായവിധിക്ക് കാരണമാകും. എന്താ മോശയുടെ ചരിത്രം മാറ്റി എന്ന് പറയാൻ കാരണം? 3-ാം വാക്യം കൊണ്ട് വായിച്ചു. 3-ാം വാക്യം, ഉൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്നത് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നതും യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. അതിന്റെ അർത്ഥം എന്താ? ഇത് ചിലരൊക്കെ വിലക്കുന്ന തീയായി തീ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് ചേരാത്ത, ദൈവനാമത്തിന് ചേരാത്ത, ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമാകാത്ത, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് പ്രയോജനപ്പെടാത്ത കാര്യങ്ങളെ വിലക്കുന്ന തീയായത്. അല്പം കൂടെ വ്യക്തമായി പറയാം, അശുദ്ധമായ കാര്യങ്ങൾ ഈ തീ അനുവദിക്കത്തില്ല. അതിനെ വിലക്കുന്ന തീയാണ് ഈ തീ. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, മനസ്സിനകത്ത് എന്തെങ്കിലും അശുദ്ധിയുണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. ഹല്ലേലൂയ. പ്രവൃത്തി തലത്തിൽ എന്തെങ്കിലും അശുദ്ധമായതുണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. വീട്ടിനകത്ത് എന്തെങ്കിലും അശുദ്ധമായി വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം ചിലതൊക്കെ വിലക്കുന്ന തീയായിട്ട് വിലക്കുന്നു എന്ന് മാത്രമല്ല, മോശയ്ക്ക് വ്യക്തമായൊരു ദിശാബോധം ഈ തീ നൽകി കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായി അവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ പറയാം, എവിടേക്ക് പോകണമെന്നും എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം. ഈ തീ എന്ന് മനസ്സിലാകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത്രയും മാത്രമല്ല, മോശയെ തമ്പുരാനിലേക്ക് അടുപ്പിക്കുന്ന തീയായി തീ. മനസ്സിലാക്കുന്നുണ്ട്. ഉടമ്പടികൾ നൽകുന്നു, കൽപ്പനകൾ നൽകുന്നു. ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ടല്ല, അവരോട് ആലോചിച്ചിട്ടല്ല, മോശയെ മാത്രം പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട്
തമ്പുരാനുമായി വ്യക്തിപരമായ സംസർഗത്തിൽ ഇരിക്കുകയും അവിടെ വച്ച് ചില ആലോചനകൾ, ചില കൽപ്പനകളൊക്കെ മോശയ്ക്ക് കൈമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ, ദൈവാത്മാവിന്റെ ഒരു തീ നമ്മുടെ അകത്തേക്ക് കത്തിയിറങ്ങിയാൽ അത് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതായി മാറും. അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അത് കത്തിച്ച് ചാമ്പലാക്കി ഇന്ന് രാത്രി തടസ്സങ്ങളെ മാറ്റി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു തീ. എത്ര പേരത് കൊതിക്കുന്നു? ദൈവത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ വെളിപ്പെടട്ടെ. അകന്നു നിന്നുകൊണ്ട് വേണമെങ്കിലും കഴിഞ്ഞ നാളുകളിലെ പരിചയത്തിൽ അന്യഭാഷ പറയാം. അകന്നിരുന്നു കൊണ്ട് തന്നെ കൈയൊക്കെ കൊട്ടാം. അകന്നിരുന്നു കൊണ്ട് തന്നെ പാട്ടൊക്കെ പാടാം. അകന്നിരുന്നു കൊണ്ട് തന്നെ വാക്യങ്ങൾ മനഃപ്പാഠമായി വേണമെങ്കിൽ പറയാം. ഇതൊന്നും ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിലും തമ്പുരാനിൽ നിന്ന് നീ അകന്നിരിക്കുന്നുവെങ്കിൽ തമ്പുരാന്റെ പ്രത്യക്ഷതയിലും അവനോട് ചേരാൻ നിനക്ക് കഴിയുകയില്ല. അവനോട് അടുത്തിരിക്കുന്നവരെ ചേർക്കാനാണ് യേശു മടങ്ങി വരുന്നത്. അത്ര മാത്രമല്ല, ഈ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, ഈ ഒരു തീയുടെ അനുഭവം ഉണ്ടായപ്പോൾ മോശയുടെ കാഴ്ചപ്പാട് മാറുന്നു, അവന്റെ ദർശനം മാറുന്നു. അത് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാമത് വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാമത് വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ബോധത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. കൊട്ടാരത്തിനകത്ത് നിന്ന് കൊട്ടാരത്തിലെ നന്മകളൊക്കെ അനുഭവിക്കാൻ കഴിയുമെങ്കിലും, ആർഭാട ജീവിതം നയിക്കാൻ കഴിയുമെങ്കിലും, മോശയ്ക്ക് മുൻപിൽ വെളിപ്പെട്ട ഈ തീ, ദിശാബോധം നൽകിയ ഈ തീ, അതിലെ ചിലത് വിളക്കിയ ഈ തീ, അതിന്റെ മഹത്വം മനസ്സിലായവന് ആ ദർശനം അവിടെ മാറുകയാണ്. ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുക്കും. താഴോട്ട് വായിച്ചു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും വിശ്വാസത്താലവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. രാജാവ് കോപം മോശക്കെതിരെ നിൽക്കുകയാണ്. മോശ മിസ്രയീമിനെ കൊന്നതും മോശയുടെ പ്രവൃത്തികളും ഒക്കെ രാജാവിന്റെ കോപത്തെ ജ്വലിപ്പിക്കുമ്പോഴും അതിന്റെ നടുവിലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടു. എങ്ങനെ കണ്ടു? വിശ്വാസത്താൽ കണ്ടു. കണ്ടുകൊണ്ട് അവൻ മുൻപോട്ട് യാത്ര ചെയ്യുന്നു. അർത്ഥമെന്താ? നിക്ഷേപങ്ങൾ വലുതുണ്ടെങ്കിലും അതിനേക്കാൾ വലുതായി ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കാൻ, തമ്പുരാന് വേണ്ടി പ്രയോജനപ്പെടാൻ ഒരു തീരുമാനം മോശ എടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മോശയുടെ ദർശനം മാറ്റിയ തീയാണ് ഈ തീ. അപ്പോൾ മനസ്സിലായല്ലോ, മോശയുടെ ചരിത്രം ഇത് മാറ്റി. 2, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ഈ തീ മാറ്റി. കാരണം മോശ കണ്ട തീയാണ്, മോശയോട് ഇടപെട്ട ശബ്ദമാണ് രക്ഷകനാക്കി അവനെ പുറത്തു കൊണ്ടുവരുന്നത്. അവൻ രക്ഷകനായി പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം മാറി. ഒരു വാക്യം ഒന്ന് വായിച്ചു. 1:12, പുറപ്പാട് 1:12. എന്നാൽ അവർ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു. അവൻ പീഡിപ്പിക്കപ്പെടും തോറും ജനം പെരുകി വർദ്ധിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം,
ഇവരെ ഒതുക്കാനാ പീഡനം അഴിച്ചുവിട്ടത്. ഇവരെ ഇല്ലായ്മ ചെയ്യാനാ പീഡനം അഴിച്ചുവിട്ടത്. എന്നാൽ ഒതുക്കാൻ ശ്രമിക്കും തോറും ഇവർ വളരുകയാ. ഇന്ന് രാത്രി ദൂതകട്ടോ, ദൈവത്തിന്റെ ജനമാണ് നാമെങ്കിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിന്റെ തലയ്ക്കൊരു അഭിഷേകമായി മാറും, തലയ്ക്കൊരു എണ്ണയായി മാറും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിനക്കൊരു അനുഗ്രഹമായി മാറും. 3:7 കൂടെ വായിച്ചോ. 3:7 യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ശ്രദ്ധിച്ചു കേട്ടോളെ, മിസ്രയീമിലെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി ഇത് നമ്മോടുള്ള ദൂത. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ഈ കഷ്ടതകളൊക്കെ വന്നിട്ടും ഇത്രയൊക്കെ നിലവിളിച്ചിട്ടും ആരും കാണാനില്ലേ? തമ്പുരാൻ എന്റെ കണ്ണുനീർ കാണുന്നില്ലേ? ഈ രാത്രി ദൂത കേട്ടോ, നിന്റെ കഷ്ടത കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന, കണ്ണുനീരൊക്കെ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു തമ്പുരാന്റെ കരം ഇന്ന് രാത്രിയും ക്ഷണിക്കുന്നുണ്ട്. പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും ഉയർന്നിരിക്കുന്നു. ദൂത് കേട്ടോ, നിനക്ക് നിന്നെ കുറിച്ച് ഉള്ള വിചാരത്തെക്കാൾ, നീ നിനക്കായി കണ്ടിരിക്കുന്ന വഴിയേക്കാൾ ഉയർന്ന വിചാരവും ഉയർന്ന വഴിയും തമ്പുരാനുണ്ട്. മനസ്സിലാകുന്ന ഒരു കാര്യം കഥാവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തിൽ അവിടെ ബന്ധനത്തിലായിരുന്നെങ്കിലും ഇവരുടെ ചരിത്രം മാറുകയാ. ഇവരവിടുന്ന് പുറപ്പെട്ടു പോരുകയാ. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുറപ്പെട്ടു പോന്നെങ്കിലും തമ്പുരാൻ ഇവർക്ക് മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, ചെങ്കടലിൽ കൂടെ ഇവർക്ക് വഴി തുറന്നു കൊടുത്തു. അത്ഭുതങ്ങളൊക്കെ തമ്പുരാൻ ചെയ്തെങ്കിലും ഇവർ നന്ദിയില്ലാത്തവരായി മാറുന്നു. ഇവർ പറയുന്നത്, മിസ്രയീമിൽ ഞങ്ങൾ ഇറച്ചിക്കരത്തിനടുത്തായിരുന്നു. ഒരു നന്ദിയില്ലാത്തവരായി മാറുന്നു. രണ്ടാമത് ഇവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് എവിടെ അടക്കൂ എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു പ്രശ്നം ഇന്നും നിലകൊള്ളുന്നുണ്ട്. നാമധേയ സഭകളില് ഇത് നിലകൊള്ളുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകളിലും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ അടക്കത്തിലല്ല, നമ്മുടെ ഒടുക്കത്തിലുള്ള കാര്യം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? എത്ര ഗംഭീരമായ അടക്കം തന്നാലും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ ആരും ഉണ്ടാകത്തില്ല. ഒരു സഭക്കാര് സെമിത്തേരി പണിതു. അതിന് ചെറിയൊരു അവകാശം വേറെ ഒരു സഭയ്ക്കും കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. എന്നാൽ പണിത് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ആ അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ചർച്ചിലെ ഒരു അച്ചാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സഭയിലെ ആളുകൾ പറഞ്ഞു, ഇപ്പൊ അടക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സെമിത്തേരി പണിതിട്ട് നമ്മുടെ ഒരാളെ വെച്ച് ഉദ്ഘാടനം ചെയ്യാതെ വേറെ ആർക്കും അത് കൊടുക്കാൻ പറ്റില്ല. കുറെ പ്രാവശ്യമായപ്പോ പാസ്റ്റർക്ക് നല്ല ദേഷ്യം വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ആ പെട്ടിക്കകത്തേക്ക് കയറിയിരുന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അതിനുശേഷം മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊക്കെ ബാലിശമായ ചിന്തകളാണ്, വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നമുക്ക് വലുത് ഉയർപ്പ, നമുക്ക് വലുത് ഒടുക്കമാ. തുടങ്ങിയ പലരും അതിന് നല്ല ഒടുക്കമില്ലാതെ അവസാനിച്ചു പോയപ്പോൾ ഇന്ന് രാത്രി തുടക്കത്തെക്കാൾ വലുത് ഒടുക്കമാണ്, അടക്കത്തെക്കാൾ വലുത് ഒടുക്കമാണ് എന്ന് തിരിച്ചറിയുന്ന മക്കൾ
വാക്കുകൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓടിച്ചു പറഞ്ഞോട്ടെ. അപ്പോൾ ഈ തീ മോശയുടെ ചരിത്രം മാറ്റി, ഈ തീ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം മാറ്റി. 3, ഇത് ഫറവോന്റെ കൂട്ടരുടെ ചരിത്രം മാറ്റുന്നു. എന്താ സംഭവിച്ചത്? നമുക്കറിയാം, ചെങ്കടലിന് മുൻപിൽ അവർ വന്നു നിൽക്കുമ്പോൾ അവർ വഴിയൊന്നും കാണുന്നില്ല. എന്താ വഴിയൊന്നും കാണാത്തത്? മുൻപിൽ ചെങ്കടൽ കാണുന്നു. അതിന്റെ ജോഗ്രഫി നമ്മൾ പഠിച്ചാൽ, അതിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചാൽ 2 സൈഡിലും വലിയ മലകൾ നിൽക്കുകയാണ്. ഇവിടെ നോക്കിയാലും വലിയ മല, അപ്പുറത്ത് നോക്കിയാലും വലിയ മല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല, നേരെ പോകുവാനും കഴിയത്തില്ല. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഫറവോനും കൂട്ടരും വരുമുണ്ട്. പുറകോട്ട് പോയാൽ പിന്നെ അടിമത്തത്തിലേക്കാ പോകുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ അവർ കാണാത്ത ഒരു വഴി അവർക്ക് വേണ്ടി തുറന്ന് ഒരു തമ്പുരാനുണ്ടെങ്കിൽ, വഴിയൊന്നും കാണാതിരിക്കുമ്പോഴും വിശ്വാസത്തോടെ കണ്ണുയർത്തുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി അസാധാരണമായ ചില വഴി തുറന്ന് നിന്നെ അക്കരെ എത്തിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് ബോധ്യമാകുന്ന ദൈവമക്കൾ കരകളെ ഉയർത്തി. എന്നാൽ ഈ വഴിയിൽ കൂടെ തന്നെ കടന്നു പോകാൻ ശ്രമിച്ച ഫറവോനും കൂട്ടർക്കും എന്താ സംഭവിച്ചതെന്നും നമുക്ക് നല്ലപോലെ അറിയാം. ഈ സംഭവത്തെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു നിരീശ്വരവാദി ശക്തമായി നിന്ന് പ്രസംഗിക്കുന്നു. ചെങ്കടൽ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് മുട്ടോളം വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂടെ ഇസ്രായേൽ ജനം കടന്നു പോയെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമല്ലെന്ന് നിരീശ്വരവാദി പ്രസംഗിക്കുമ്പോൾ ഇത് കേട്ട ഒരു വിശ്വാസിയായ അമ്മച്ചി ഒച്ചത്തിൽ സ്തോത്രം പറഞ്ഞു. ഇത് കേട്ട നിരീശ്വരവാദി ചിന്തിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞത് അമ്മച്ചിക്ക് മനസ്സിലാകാനില്ല. എന്നാൽ അമ്മച്ചി പറഞ്ഞു, അത് മനസ്സിലാകാനിട്ടല്ല, മുട്ടോളമുള്ള വെള്ളത്തിൽ ഫറവോനെ കൂട്ടരെ മുക്കിക്കൊല്ലാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അത് അത്ഭുതമല്ലേ? ദൈവിക അത്ഭുതങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുള്ളപ്പോൾ ഇന്ന് രാത്രിയും ഞാൻ പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയും അത്ഭുതം ചെയ്യുന്ന ആരാധിക്കുന്നതിനും മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവിക സ്പർശനം ഉണ്ടായാൽ, ഒരു ദൈവിക എൻകൗണ്ടർ, ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായാൽ, കർത്താവുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായാൽ നമ്മുടെ ചരിത്രവും മാറുന്ന രാത്രിയായി ഈ രാത്രി മാറും. ഒരു ദൈവിക തീയുടെ സ്പർശനം അത് നമ്മിലേക്ക് ഇറങ്ങട്ടെ. നമ്മുടെ അശുദ്ധികൾ ചാരമാകട്ടെ. ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ദൈവിക പദ്ധതികൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരുകളും ചാരമായി മാറട്ടെ. ഈ രാത്രി ഒരു ദൈവിക വിടുതലിന്റെ രാത്രിയാകട്ടെ, ഒരു ദൈവിക സൗഖ്യത്തിന്റെ രാത്രിയാകട്ടെ. എല്ലാ കണ്ണുകളും നിമിഷങ്ങളടയട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എന്നിലേക്ക് തീയറങ്ങണമേ, എന്നിലേക്ക് തീയറങ്ങണമേ. എന്റെ മനസ്സിന്റെ അശുദ്ധികളെല്ലാം